അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്, പ്ലീസ്. പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കുന്നത്, ഇന്നെയാണ് തോന്നുന്നു. ഇപ്പൊ പോലും കൂടി തരാം, ഇന്നെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഞാനല്ല ആദ്യം. അപ്പൊ നമ്മുടെ മല്ലു ഫാമിലി അടക്കമുള്ള കുറച്ച് പേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ പൂട്ടിപ്പോയി വരും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ. എന്ത് കാരണം കൊണ്ടാണ് അക്കൗണ്ട് പൂട്ടിപ്പോയെന്നൊക്കെ എല്ലാവരും അറിയുന്നുണ്ടാവും. താങ്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഇല്ലീഗൽ ആയിട്ടുള്ള ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യലായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി. ഇവർ ഇതുവഴി ലക്ഷങ്ങളാണ് സമ്പാദിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കലായിരുന്നു പരിപാടി. ഇവരുടെ വാക്കും കേട്ട് ഈ ഗെയിമും കളിച്ച് പൈസ പോയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തായാലും ഒടുവിൽ കേരള പോലീസിന്റെ സൈബർ വിങ് തന്നെ ഇടപെട്ട് ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ അറിയാലോ, ഈ തട്ടിപ്പ് പരിപാടികളൊക്കെ ഹോൾസെയിലായി ഏറ്റെടുത്ത് നടത്തുന്ന മികച്ചൊരു മാന്യനാണ് നമ്മുടെ സുജിൻ. ഇവർ ഇൻസ്റ്റാ വഴിയിലെ പ്രൊമോഷൻ പരിപാടി മാത്രമല്ല ഉള്ളത്, ആശാൻ ഇതിലേക്ക് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയേക്കുവാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഗെയിം കളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയും കൂടി ഉണ്ട് ആശാന്. എല്ലാവരും അറിയുന്നുണ്ടാകും അത്. ഇവന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ഉടായ്പകളൊക്കെ മുമ്പ് നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ്. എന്തായാലും ഇൻസ്റ്റാ അക്കൗണ്ട് പൂട്ടിയിട്ടും സുജിൻ ഒരു അടി പോലും പിന്നോട്ട് വെക്കാൻ തയ്യാറല്ല മക്കളെ. വാട്സ്ആപ്പ് വഴി ഇപ്പോഴും ആളെ പറ്റിക്കുന്ന പരിപാടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇൻസ്റ്റാ അക്കൗണ്ട് പൂട്ടിപ്പോയതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയ്ക്ക് സുജിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. ഈ ട്രോളന്മാർക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും വരെ തംബ്നെയിൽ വരെ അണ്ണൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് സൈഡ് കൊടുക്കാം. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതൊന്ന് റിയാക്ട് ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ ഇവന്റെയൊക്കെ ഉടായ്പകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഞാനൊരു ശീലമാക്കി മാറ്റിയ കാര്യമാണ്. അപ്പൊ നമുക്ക് അവന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കുന്നത്, ഇന്നെയാണ് തോന്നുന്നു. ഇപ്പൊ പോലും കൂടി സംസാരിക്കും, അതിനെ കുറിച്ച് നല്ലോണം സംസാരിക്കും. അതിനിപ്പോ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോനെ. എവിടെയും ഉടായ്പെന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് നിന്റെ മുഖമാണ്. പിന്നെ ബെറ്റിംഗ് ആപ്പ് നീ സ്വന്തം മോനെ പോലെ കൊണ്ട് നടന്നല്ലേ പ്രൊമോട്ട് ചെയ്തിരുന്നത്. വേറെ ആർക്കില്ലാത്ത ആത്മാർത്ഥത ആയിരുന്നല്ലോ നിനക്ക്. അതിനനുസരിച്ച് നല്ല ചക്കച്ചോളം തടഞ്ഞിട്ടുണ്ടാകുമെന്നും അറിയാം. അപ്പൊ പിന്നെ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നിന്റെ പേര് പറഞ്ഞു തന്നെ തുടങ്ങും. അതിനിപ്പോ വന്നിരുന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നും പറഞ്ഞ് വന്നിരുന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. എല്ലാരും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാരെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിന്നെ കുറിച്ച് 2 വാക്ക് കൂടുതൽ പറയുന്നുണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്നും പറഞ്ഞ് ഇരവാദം നടക്കാൻ വരില്ല മോനെ. സുജിനെ മാറ്റിപ്പിടി, ബാക്കി ഉണ്ടോക്കാം. ഇന്നെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഞാനല്ല ആദ്യം പറഞ്ഞ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും കൂടി ഇന്റെ തമ്പലൈനും ഇന്റതും വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ റീച്ച് അതാണ്. അപ്പൊ അത് ശരിയാ മോനെ, നിന്നെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ തരക്കേടില്ലാത്ത റീച്ചൊക്കെ കിട്ടും. പക്ഷെ അത് നീ വലിയ കൊണാണ്ടർ ആയതുകൊണ്ടൊന്നല്ല, അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. നിന്നെ പോലുള്ള ഉടായ്പകളെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് കാണാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും നിന്നെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വന്നിരുന്ന് കാണുന്നത്. ജനങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് എന്നെ പോലുള്ള ആളുകൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ ഗുണമധികാരം പറയുമ്പോൾ ഇത്ര വലിയ റീച്ച് കിട്ടുന്നത്. അതല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ നിന്റെ മോന്ത കാണിച്ചത് കൊണ്ട് കിട്ടുന്ന റീച്ച് അല്ല കേട്ടോ. ബാക്കി പറഞ്ഞോട്ടെ. ഇതില് എനിക്കറിയാം ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട്. അപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അങ്ങനത്തെ ആക്കുക. കാരണം അറിയാലോ, നമ്മള് എവിടെ ഒരു ഇത് വായിച്ചിട്ടുണ്ട്, നമുക്ക് ശത്രുക്കൾ വേണം, ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചെന്ന് മനസ്സിലാക്കുള്ളൂ. പക്ഷെ മാസ്റ്റടാ ഒന്ന് ബീജം ഇട്ട് കൊടുക്കാരെങ്കിലും. ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വിജയിച്ചെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഏതാ ഡയലോഗിലെ രഞ്ജി പണിക്കർ ചെയ്തതുപോലെ ഇതൊക്കെ വേർഡ് ബൈ വേർഡ് എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണം. സുജിനേട്ടായുടെ തിരുമൊഴികൾ എന്ന് പറഞ്ഞൊരു ബുക്കും ഇറക്കാം. പിന്നെ സുജിനെ, നിന്നെ ശത്രുവായിട്ടൊന്നും ആരും കണ്ടിട്ടില്ലടാ. അതിന് മാത്രം ഒന്നും ഇല്ല. നിന്നെ ഒരു ദുരന്തമായി കണ്ടു എന്നാ പറഞ്ഞാൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. ഒരു തോൽവി അത്രയേ ഉള്ളൂ, അതിനും വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ബാക്കി പറഞ്ഞോട്ടെ. ഒരിക്കലും തട്ടിപ്പ് കാട്ടി നടക്കണം അങ്ങനൊന്നല്ല. കാരണം എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ടാക്സും കാര്യങ്ങളും ഫയൽ ചെയ്തിട്ട് എന്റെ മുന്നിലേക്ക് പോകുന്നുണ്ട്. ഞാനല്ലാതെ വല്ല ജോൺ ഹോനായി എന്നല്ല മറ്റേതൊക്കെ പിടിച്ച് നടക്കാനും അതാക്കാനും ഒക്കെ. അതൊക്കെ കറക്റ്റ്. ജോൺ ഹോനായി നിന്നെ ഒന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല സുജിനെ. ജോൺ ഹോനായി എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു. അതൊരു പാവം മനുഷ്യൻ, ഒരു പെട്ടിക്ക് പിന്നാലെ കുറെ അലിഞ്ഞ് നടന്ന് അവസാനം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മയ്യത്തായ ഒരു പാവം വില്ലൻ. നിന്നെ പോലെ ആളെ പറ്റിക്കലായിരുന്നില്ല മൂപ്പരുടെ പരിപാടി. നീ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നല്ലാതെ ഇത് കളിച്ച് പൈസ പോയി. പിന്നെ ഈ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും കളിച്ചു, അതും പോയി. പിന്നെ കടം വാങ്ങി കളിച്ചു. അങ്ങനെ കളിച്ചു എല്ലാം നഷ്ടപ്പെടുത്തിയവരെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നീ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ജോൺ ഹോനായി ഒന്നല്ല, അത് മനസ്സിലാക്കിക്കോ. ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ ആൾക്കാർ ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാം, എല്ലാവരും
കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും അവർ ആഘോഷിക്കട്ടെ. കാരണം ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്നോട് കുറെ പേര് പറഞ്ഞു സുജന എന്നെ വീഡിയോ ചെയ്യേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം അത് ഇന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊന്നും അറിയാൻ പറ്റും. കാരണം പൊന്നൂസിനും എല്ലാവരും ഇവർക്ക് ഒരു അഞ്ചാം ചാക്കറൊക്കെ വിളിക്കണം. പേര് എന്റെ കൂടെ എല്ലാവർക്കും ഓരോരുത്തർ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അടങ്ങളെ കൂടുതലുള്ള സുജിന്റെ അക്കൗണ്ട് പോയി എന്താണ് എന്താ. അപ്പൊ അത് അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാണ്ട് അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അന്വേഷിക്കണമെന്നല്ല. വെറുതെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അക്കൗണ്ട് അടിച്ചു പോയോന്ന് ഒന്നും കൂടെ കൺഫേം ആക്കാൻ വേണ്ടി അന്വേഷിക്കുന്നതാണ്. കൺഫേം ആക്കിയിട്ട് വേണം കേക്കൊക്കെ മുറിച്ചൊന്ന് ആഘോഷിക്കാൻ. ഒരു പൊതുശല്യം ഒഴിഞ്ഞു കിട്ടല്ലോ. ഇനി നിന്റെ യൂട്യൂബ് ചാനലും കൂടി അടിച്ചു പോയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അധികം ആൾക്കാരും. അത് നിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ. നിന്നെ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇപ്പൊ ഇല്ല മോനെ. നീ ഇപ്പോഴും അതും വിചാരിച്ചിരിക്കേണ്ട. എല്ലാവർക്കും നിന്നോട് അസൂയനെ കൊണ്ടാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ മാസിട്ടിരിക്കേണ്ട. അസൂയല്ല, ഒരു തരം വെറുപ്പാണ് എല്ലാവർക്കും ഇപ്പൊ നിന്നോട് തോന്നുന്നത്. അത് മനസ്സിലാക്കിയാൽ അത്രയും നന്ദി. ബാക്കി പറഞ്ഞാട്ടെ. ഇൻസ്റ്റ അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഡിസേബിൾ ആയിട്ട് കിടക്കുന്നത് തന്നെയാണ്. അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ കിട്ടും എന്നുള്ളത് തന്നെയാണ്. കിട്ടട്ടെ, ഞാൻ അതിനോട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അതെ, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ആ പണ്ടാറടങ്ങിയ അക്കൗണ്ട് തിരിച്ച് കിട്ടാതിരിക്കുന്നത് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. തിരിച്ചു കിട്ടിയാൽ നീ പിന്നെയും പ്രൊമോഷനും പരിപാടികളായിട്ട് ആൾക്കാരെ പറ്റിക്കും. അതുപോലെ തന്നെ നിന്റെ പട്ടിഷോയും ഞങ്ങൾ കാണേണ്ടി വരും. അതാണ് തീരെ സഹിക്കാത്തത്. എന്റെ പൊന്നോ, ആലോചിക്കാനും കൂടി വയ്യ. ബാക്കി പറഞ്ഞിട്ടുണ്ടായാലോ. പൈസ ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള തമ്പലൈന് എന്ത് കൊടുക്കണം. അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് ഒരു തമ്പലൈനോളുണ്ട്. അത് ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തേക്ക് ഞാൻ പറയാം. അപ്പൊ അത് ഞാൻ ഈ ഒരു വീഡിയോന്റെ അവസാനത്തേക്ക് ഞാൻ കാണിക്കാം. അപ്പൊ അത് ഞാൻ തമ്പലൈനോ അതെന്ത് ലൈനാണ്? നമുക്കറിയാവുന്ന 1-2 ലൈനുള്ളൂ. ഒന്ന് ഈ ലൈനാണ്, പിന്നെ പൈപ്പ് ലൈൻ ഉണ്ട്, ഇലക്ട്രിസിറ്റി ലൈൻ ഉണ്ട്. എന്നാലും ഈ തമ്പ് ലൈൻ എവിടുന്ന് വന്നു? എന്തായാലും അണ്ണൻ ഉദ്ദേശിച്ച തമ്പ് ലൈൻ തമ്പിനയില് നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ ഇൻട്രോയില് കണ്ടാ കാര്യത്തില്ലേ, അതാണ്. ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും ട്രോളർമാർക്കും സുജനായിട്ടായി തന്നൊരു ഗിഫ്റ്റാണ് ഈ തമ്പിനയില്. അണ്ണന്റെ ആ കരുതൽ നിങ്ങൾ കാണാണ്ട് പോരുത്. എന്നെ ട്രോളിക്കൊന്നും പറഞ്ഞ് നെഞ്ചും വിരിച്ച് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമോ? പറ്റൂല. അതാണ് നമ്മുടെ സുജനായിട്ടായി. ചില്ലറ പുള്ളിയാണോ? രാജയല്ല രാജ ഗെയിമിന്റെ ആളാണ്. വെയ് രാജ വെയ് ഹൊയ് ഹൊയ്. ബാക്കിയാണ് നോക്കാം. സൂചന അങ്ങനെ കാട്ടിക്കണം. നമ്മളൊന്നും ഒരു തെറ്റും, നമ്മൾ കേരള പോലീസ് നമുക്ക് ബഹുമാനം മാത്രം തന്നെ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അവരെ ഒരിക്കലും കുറ്റം പറയാനോ അല്ല തെറ്റ് കാട്ടി നമ്മളൊരു തെറ്റ് കാട്ടി മീൻസ് ഞാൻ അത് ചെയ്തു അത്ര തന്നെ ഉള്ളൂ. അത് ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ചെയ്തത്. അല്ലാണ്ട് അത് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സംഗതി പ്രൊമോട്ട് ചെയ്ത ആൾ ഞാനൊന്നല്ല. ശരി, എല്ലാരും ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തു. ആരാണ് ഈ എല്ലാരും? കുറെ നേരമായാലും നീ എല്ലാരും എന്ന് പറയുന്നത്. നിന്നെ പോലെയുള്ള വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ഫ്രോഡുകൾ, അതാണ് ഈ എല്ലാരും. ബാക്കിയുള്ളവരെ തലയിലേക്ക് ഇട്ട് നീ പുണ്യാളനാവാൻ നോക്കല്ലോ മോനെ. എല്ലാരും ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തു നോക്കെ. അങ്ങനെ എല്ലാരും എന്ത് ചെയ്താലും നീ അത് ചെയ്യോ? എല്ലാരും തീട്ട് തിന്നുന്നുണ്ടെന്ന് വിചാരിക്കും. അത് കണ്ടാൽ നീയും പോയി വാരി തിന്നു. ഓരോരോ തൊടിന്യായങ്ങളായിട്ട് ഇറങ്ങിയേക്കുവാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ വാട്സപ്പ് ഗ്രൂപ്പ് പോയുള്ള ഉടായ്പിന്റെ 1-2 വോയിസ് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. മോർണിംഗ് ആൾ. അയ്യോ, ഇന്നലെ ശിവരാത്രി നോക്കപ്പെട്ട ഒച്ചയും ബഹളക്കപ്പെട്ടിട്ട് ശബ്ദമൊക്കെ പോയി ഗൈസ്. ഇതിൽ വീണ്ടും 23 ആൾക്കാർക്ക് ഞാൻ ഇതിൽ എത്രയോ വട്ടം വോയിസുകളും വീഡിയോസും ഞാൻ അതിൽ പോസ്റ്റ് ആക്കുന്നു. എങ്ങനെയാണ് ഈ പേയ്മെന്റ് പോണത് എന്നാണ് എനിക്കറിയാത്തത്. ഞാനത് എത്ര വട്ടം നിങ്ങളടുത്ത് ഓരോരുത്തരും പറയുന്നു. ഞാൻ നിങ്ങൾ കളിക്കാനുള്ള എമൗണ്ട് നിങ്ങളിതിലാക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കുക, അല്ലാത്ത പക്ഷം കളിക്കല്ലേ. എത്ര വട്ടം പറയുന്നു. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് പോലും കൂടി ഞാൻ പറയുന്നുണ്ട്. മറ്റേ നിങ്ങൾ ഒരു 5 ലെവൽ 6 ലെവൽ 7 ലെവലിലേക്കുള്ള പൈസ നിങ്ങളുടെ കയ്യിലാക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കുക, അല്ലാതെ കളിക്കല്ലേ. എന്തിനാണ് വെറുതെ പൈസ കളയുന്നത്? ഇപ്പോൾ 500 ചില ആൾക്കാർക്ക് വിചാരമുണ്ട് ഒരു 500 രൂപ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ വെച്ച് കളിക്കലട്ടോ. കാരണം കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്ത് ചിലപ്പോൾ 500 രൂപ ചിലപ്പോൾ കിട്ടിയാലോ എന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് കളിക്കല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവുള്ളൂ കേട്ടോ. കാരണം 30 ആൾക്കാർക്ക് 31 ആൾക്കാർക്കോളം കിട്ടിയിരുന്നു. അപ്പം ഞാൻ പറയുക 39 ആൾക്കാർക്ക് പോയിട്ടുണ്ട് ഇതില്. അപ്പം പറയുക ഇതിൽ വെറുതെ നിങ്ങൾക്ക് പേയ്മെന്റ് വെച്ച് മുന്നിക്ക് പോകാൻ പൈസ വെച്ച് കളിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡിക്ഷൻ നോക്കി കളിക്കണ്ട കേട്ടോ. കാരണം മുന്നിക്ക് പോകാൻ പേയ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കളിക്കണം. നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടാൻ കളിക്കാൻ നല്ലത്. പ്രൊഡിക്ഷൻ നോക്കി കളിക്കുകയാണെങ്കിൽ ഒരു 6-7 ലെവൽ വരെ കളിക്കാനുള്ള എമൗണ്ട് നിങ്ങളിൽ ആക്കി വെച്ച ശേഷം മാത്രം കളിക്കുക. ഓക്കെ, എന്താ പ്രോത്സാഹനം അല്ലേ? 500 ഒന്നും ഇട്ട് കളിക്കില്ല മക്കള്. ഒരു 5000-ഓ 10,000-ഓ ഒക്കെ ഇട്ട് കളി. എന്നാലല്ലേ ഒറ്റയടിക്ക് വലിയ സംഖ്യ പോയി കിട്ടും. എന്നാലല്ലേ സുജനായിട്ടേക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ കളിക്കും മക്കളെ. ഫുട്ബോളിലെ കോച്ചുമാര് പോലും പ്ലേയേഴ്സിനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടാവില്ല. എന്തൊരു ആത്മാർത്ഥത, ഒന്നും പറയാനില്ല. ബാക്കി പറഞ്ഞാട്ടെ. ഗൈസ്, 46 ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ഓക്കെ, ആ 46 ആൾക്കാരിൽ 52 ആൾക്കാർക്കാണ് കിട്ടാതെ പോയിട്ടുള്ളത്. അപ്പൊ 52 ആൾക്കാരുടെ ഒന്നുകൂടി പറയണം, നിങ്ങൾ ഒന്നും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല പേയ്മെന്റ് കിട്ടും. അപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ച് ഒന്നുകൂടി ശ്രദ്ധിച്ച് കളിക്കുക. ഓക്കെ, പോയ പൈസക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓൺ റിസ്ക് ഗൈസ്, ശ്രദ്ധിച്ച് കളിക്കുക.
അതെ, പോയ പൈസക്ക് തിരിച്ചു പിടിക്കണ്ടേ? കമോൺ ഗായ്സ്, തിരിച്ചു വാ, അടിച്ചു കയറി വാ. പക്ഷെ ഓൺ റിസ്ക് ആണ്. ഏട്ടന് ധൈര്യം തരാൻ മാത്രമേ അറിയൂ. പൈസ പോയാൽ ഏട്ടനെ പറയരുത്. ഈ ധൈര്യം കൊടുത്ത ആളെ കൊല്ലുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പരിപാടി. ഇവനൊക്കെ വിശ്വസിച്ച് ഇമാതിരി പരിപാടിക്ക് പോകുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഈ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിച്ച് ഇവന്റെയൊക്കെ ആപ്പിൽ കൊണ്ടുപോയി പൈസ ഇട്ട് കുടുങ്ങാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കയ്യിലുള്ള പൈസ കൂടി പോയി കിട്ടും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.